ഹലോ. അപ്പോൾ ഈ മീൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ ഭംഗി നോക്കി ഇരുന്നിട്ട് എന്തിനാണ് നമ്മളിതാണ് കേട്ടോ ഒന്ന് കറി വയ്ക്കാൻ പോണത്. അപ്പോൾ കരിമീനാണ് കിട്ടിയിരിക്കുന്നത്. 2-3 ഉള്ളൂ കേട്ടോ. 2 വലുതും പിന്നെ ഒരെണ്ണം ഒരു ഇച്ചിരി ചെറുതുമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഈ ചെതുമ്പൽ ചെത്തിയെടുക്കാൻ വലിയ വശമൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. ഒരു ചെറിയ രീതിക്കൊക്കെ ഒന്ന് പൊളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറിയ കറുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പോലെ കുറച്ച് പുളിവെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെളുവിളാന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ മീൻ കറി ഇങ്ങനെ തിളപ്പിച്ചെടുക്കണത്. അപ്പോൾ ഫ്രഷായിട്ട് മീൻ ചാളയും മയിലയും ഇങ്ങനെ കരിമീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ മീനൊക്കെ ചെയ്യാം കേട്ടോ. ഫ്രഷായിട്ട് ചെയ്യുമ്പോഴാണ് ഫ്രഷ് മീനിൽ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഇത് കിട്ടിയപ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. സാധാരണ പോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകുലുവിയൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചായച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഇച്ചിരി വിനീഗർ ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് തക്കാളി ഇട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ടിക്ക് കുറിക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ രസമായിട്ട് നമ്മൾ കുറേ അധികം ഇങ്ങനെ നിറയെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വിനീഗറൊക്കെ ഒഴിക്കണതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇത് കുറേ നാളായി ഉണ്ടാക്കിയത്. ഇവിടുത്തെ അമ്മ, ചേട്ടൻ്റെ അമ്മയൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒന്ന് ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നിയതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ വിട്ട് ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ഒരു കറി മാത്രമേ ഉള്ളൂ. ഇത് മാത്രം മതി കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ നിറയെ ഒഴിക്കണം കേട്ടോ. ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്ന വിശേഷങ്ങൾ. ടാറ്റാ.